തീരദേശ സംരക്ഷണ സേനയുടെ ഹെലികോപ്റ്റർ മുൻകരുതലിന്റെ ഭാഗമായി നിലത്തിറക്കി. മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഈ ഹെലികോപ്റ്റർ നിലത്തിറക്കിയിരിക്കുന്നത്. കോതമംഗലം ചേലാട് ദന്തൽ ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറക്കിയത്. അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ടുണ്ട്. അരുൺ, എന്താണ് മോശം കാലാവസ്ഥ ആയതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണോ? എന്താണ് സംഭവിച്ചത്? തീരദേശ നിരീക്ഷണം നടത്തിയതിനു ശേഷം നെടുമ്പാശ്ശേരിയിലെ കോസ്റ്റ് ഗാർഡ് എൻക്ലേവിലേക്ക് തിരികെ വരികയായിരുന്നു ഹെലികോപ്റ്റർ. അതിനിടയിലാണ് എയർ ടർബുലൻസ് ഉണ്ടാവുകയും അങ്ങനെയുള്ള മോശം കാലാവസ്ഥ ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് കോതമംഗലം ചേലാട് ഡെന്തൽ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഈ ഹെലികോപ്റ്റർ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയത്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ നേരെ കോസ്റ്റ് ഗാർഡിൻ്റെ എൻക്ലേവിലേക്ക് പോയി അവിടെ സുരക്ഷിതമായി നിലത്തിറക്കുകയും ചെയ്തു. ഈ മോശം കാലാവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. ദൃശ്യങ്ങൾ കാണാം. തീരദേശ സംരക്ഷണ സേനയുടെ ഹെലികോപ്റ്ററാണ്. നിരീക്ഷണത്തിന് ഇടയിലാണ് ഈ മോശം കാലാവസ്ഥയെ തുടർന്ന് ഈ നിലത്തിറക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്. ഈ തീരസംരക്ഷണ സേനയുടെ ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഗൗരവമുണ്ട്. തീരസംരക്ഷണ സേന നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സേനാ വിഭാഗങ്ങളുടെ ഭാഗമാണ്. മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ തിരിച്ചിറക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ ഔദ്യോഗികമായ വിശദീകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ ആരും? തീർച്ചയായിട്ടും പ്രാഥമികമായിട്ട് നമുക്ക് ഔദ്യോഗികമായി പങ്കുവച്ച വിവരമാണിത്. അതായത് ഈ മോശം കാലാവസ്ഥ ഉണ്ടായി, അതിനെ തുടർന്നാണ് ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ട്, കാരണം മോശം കാലാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാം, അതുകൊണ്ടാണ് ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ചേലാട്ടെ ദന്തൽ കോളേജിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയത്. തീരത്ത് നിരീക്ഷണ പറക്കൽ നടത്തിയതിന് ശേഷം തിരികെ നെടുമ്പാശ്ശേരിയിലെ കോസ്റ്റ് ഗാർഡിൻ്റെ എൻക്ലേവിലേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് മോശം കാലാവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഈ ഒരു സമയത്താണ് മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഈ കോളേജിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയത്. അവിടെ ഒരു ഏകദേശം അരമണിക്കൂറോളം ഹെലികോപ്റ്റർ അവിടെ കിടന്നു. പിന്നീടാണ് വീണ്ടും എൻക്ലേവിലേക്ക് തിരികെ പോയത്. ഇപ്പോൾ അവസാനം ഔദ്യോഗികമായിട്ട് നമ്മളെ അറിയിച്ചിരിക്കുന്നത് എൻക്ലേവിൽ ആ ഹെലികോപ്റ്റർ സുരക്ഷിതമായി ഇറങ്ങിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. തീരദേശ സംരക്ഷണ സേനയുടെ ഹെലികോപ്റ്ററാണ് മുൻകരുതലിൻ്റെ ഭാഗമായി നിലത്തിറക്കിയ ആ ദൃശ്യങ്ങളാണ് വീണ്ടും കാണുന്നത്.